സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിന്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. നിങ്ങൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ഈ ചാപ്റ്ററിൽ ആദ്യമേ പറഞ്ഞ ഒന്നാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്നാൽ എന്താണ്, അല്ലെ? ദോസ് ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി മെഷേർഡ് ആർ കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഇവിടെ നമ്മൾ അതിനെ രണ്ടായിട്ട് തരംതിരിക്കാൻ പോവാണ്. അപ്പൊ മെഷർ ചെയ്യാവുന്ന ക്വാണ്ടിറ്റികളെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നു മാത്രമാണ് പറഞ്ഞു വെച്ചിരുന്നത്. ഇനി നമ്മൾ അതിനെ രണ്ടായിട്ട് തരംതിരിക്കാൻ പോവാണ്. ദർ ആർ ബേസ് ഓർ ബേസിക് ഓർ ഫണ്ടമെന്റൽ. ഏത് പേര് വിളിച്ചാലും അതൊന്നു തന്നെയാണ്. ബേസ്, ബേസിക് ഓർ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്നും രണ്ടാമതായിട്ട് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്നും തരംതിരിക്കാൻ പോവാണ്. നമ്മളിവിടെ ബേസ് ക്വാണ്ടിറ്റീസ് അഥവാ ബേസിക് ക്വാണ്ടിറ്റീസ് അഥവാ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെന്റൽ എന്ന വാക്കിൽ തന്നെ എന്താണ് അർത്ഥം? അടിസ്ഥാനം. അടിസ്ഥാനപരമായ ക്വാണ്ടിറ്റീസിനെയാണ് ഇവിടെ ഈ ഒരു ഗണത്തിൽ പെടുത്തിയിരിക്കുന്നത്. അതില് നമ്മൾ ഇതിന്റെ ഡെഫിനിഷൻ ആയിട്ട് വേണമെങ്കിൽ എന്ത് എഴുതാം? ദേ ആർ ഇൻഡിപെൻഡന്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഇൻഡിപെൻഡന്റ് എന്ന് വെച്ചാൽ മറ്റൊന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് നിലനിൽക്കാൻ കഴിവുള്ള ക്വാണ്ടിറ്റീസിനെയാണ് ഫിസിക്കൽ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഈ ബേസിക്, ബേസ് എന്നൊക്കെ പറയുന്ന തരത്തിൽ പെടുത്തുന്നത്. ഇപ്പൊ ലെങ്ത്, ഇതിന് എക്സാമ്പിൾ ആണ് ലെങ്ത്, മാസ്, ടൈം, ടെമ്പറേച്ചർ എന്നിങ്ങനെ നമ്മൾ ബേസിക് ക്വാണ്ടിറ്റീസ് ആയിട്ട് 7 എണ്ണം എഴുതിയിട്ടുണ്ടായിരുന്നു SI യൂണിറ്റ് പഠിക്കുമ്പോൾ. ആ 7 എണ്ണവും ഇതിന് എക്സാമ്പിൾ ആണ്. 7 ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും നമ്മൾ ബേസിക് അഥവാ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്നാണ് പറയാ. നമുക്ക് ലെങ്ത് വേണമെങ്കിൽ നേരിട്ട് അളന്നെടുക്കാം. ഒരു വസ്തുവിന്റെ നീളം, ഒരു വസ്തു എത്ര മാസ് ഉണ്ട്, സഞ്ചരിച്ച സമയം, അതൊക്കെ നമുക്ക് നേരിട്ട് ഒരു മെഷറിംഗ് ഡിവൈസ് വെച്ചിട്ട് കണ്ടുപിടിക്കാവുന്നതാണെങ്കിൽ അത്തരത്തിൽ പെടുന്നവയാണ് ഇൻഡിപെൻഡന്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് നമ്മൾ പറയുന്നത്. അതിന് എതിർ പക്ഷത്ത് നിൽക്കുന്ന ആളാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. എതിരല്ല, ഇതിന്റെ രണ്ടാമത്തെ തരത്തിൽപ്പെട്ടത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വേറൊരു തരം ഇവിടെ വേണ്ടി വന്നത്? ദേ ആർ ഡിപ്പെൻഡന്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഈ അടിസ്ഥാന യൂണിറ്റുകളെ, അടിസ്ഥാന ക്വാണ്ടിറ്റീസുകളെ. അപ്പൊ ഏത് ക്വാണ്ടിറ്റീസ് ആണോ മറ്റു ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കുന്നത് അവയാണ് ഡിപ്പെൻഡന്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അഥവാ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഡിറൈവ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് മറ്റുള്ള ഫാക്ടേഴ്സ് ഉപയോഗിച്ച് കണ്ടെത്തുക. അത് എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവും. ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾ ആണ് ഒന്ന് ഏരിയ. എന്താണ് ഏരിയ? എല്ലാവർക്കും എന്താണ് ഏരിയ എന്നറിയാം. ഏരിയ ഒരു ഈ വരച്ച ബോക്സിന്റെ ഏരിയ ആണെങ്കിൽ ഇതിന്റെ നീളം ഇൻറ്റു ഇതിന്റെ വീതി, അല്ലെ? അപ്പൊ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്തെടുത്തു? L ഇൻറ്റു B, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും അറിഞ്ഞാലേ ഏരിയ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ലെങ്ത് എന്ന് പറഞ്ഞാലും ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാലും അത് നീളമാണ്, അല്ലെ? അപ്പൊ ഈ നീളം എന്ന് പറയുന്ന അടിസ്ഥാന യൂണിറ്റിന് ഇവിടെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി സ്പീഡ്. എന്താണ് സ്പീഡ് എന്ന് വെച്ചാല് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം. ഡിസ്റ്റൻസ്, എത്ര ദൂരം സഞ്ചരിച്ചു, ഒരു വസ്തു ഇവിടുന്ന് എത്ര ദൂരം അവിടേക്ക് പോയി, അത് എടുത്ത സ്പീഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ എത്ര ദൂരം, അതിലെടുത്ത സമയം, രണ്ടും വേണം. ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഏത് ക്വാണ്ടിറ്റിയാണ്? ലെങ്ത് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയാണ്. ടൈം എന്ന് പറയുന്നതോ അതും ഇവിടെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ്. അപ്പൊ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന മറ്റ് ക്വാണ്ടിറ്റീസിനെ എല്ലാം തന്നെ ഉൾപ്പെടുത്തുന്നതാണ് ഇവിടെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഒരുപാട് പേരുകൾ നമുക്ക് ഇവിടെ എഴുതാം. എക്സാമ്പിൾ ആയിട്ട് ഏരിയ എഴുതി, സ്പീഡ് എഴുതി, വോളിയം എഴുതാം, ഡെൻസിറ്റി എഴുതാം, ആക്സിലറേഷൻ എഴുതാം, ഫോഴ്സ് എഴുതാം, പവർ എഴുതാം, വർക്ക് എഴുതാം. എത്ര ഈ 7 ഒഴിച്ച് ബാക്കി എല്ലാ ക്വാണ്ടിറ്റീസും എന്താണ്? ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോ നമ്മളിവിടെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ പറഞ്ഞത് വീണ്ടും എന്തിനാണെന്ന് ചോദിക്കാം, അല്ലെ? നമ്മളിവിടെ യൂണിറ്റ്സിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെ നമ്മൾ 2 തരം യൂണിറ്റ്സ് ആയിട്ടും ഇത് ഉപയോഗിച്ച് തരംതിരിക്കാം.
ഈ പറഞ്ഞ 7 ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? ബേസ് യൂണിറ്റ്സ് അല്ലെങ്കിൽ ബേസിക് യൂണിറ്റ്സ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ഇത് എവിടെ വരുന്നതാണ്? SI വരുന്ന എല്ലാം തന്നെ എന്താണ്? ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആണ്. അപ്പൊ യൂണിറ്റ്സിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? യൂണിറ്റ്സ് ഓഫ് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. എക്സാമ്പിൾ ഈ ലെങ്ത്തിന്റെ യൂണിറ്റ് SI വരുന്നത് മീറ്റർ, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്, ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് കെൽവിൻ. ഇതെല്ലാം നമുക്ക് എക്സെട്ര 7 ആ 7 ഏതിന്റെ എക്സാമ്പിൾസ് ആണ്? ഫണ്ടമെന്റൽ യൂണിറ്റ്സിന്റെ എക്സാമ്പിൾസ് ആണ്. ഡിറൈവ്ഡ് യൂണിറ്റ്സിന്റെ എക്സാമ്പിൾ ഓഫ് ഈ പറഞ്ഞ ഏരിയ എന്തായിരിക്കും? ഏരിയ എന്ന് പറയുമ്പോ ലെങ്ത്തും മീറ്ററില്, ബ്രെഡ്ത്തും മീറ്ററില്. അപ്പൊ എന്താണ്? മീറ്റർ സ്ക്വയർ. എക്സാമ്പിൾ മീറ്റർ സ്ക്വയർ അല്ലെ. സ്പീഡിന്റെ എന്താണ്? സ്പീഡിന്റെ ഡിസ്റ്റൻസിന് മീറ്റർ, ടൈമിന് സെക്കൻഡ്. അപ്പൊ എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. ബൈ സെക്കൻഡ് എഴുതുന്നതിന് പകരം എഴുതുന്നതാണ് മീറ്റർ പെർ സെക്കൻഡ്. നമുക്ക് ഇതിന് വേറൊരു തരത്തിലും കൂടെ എഴുതാം, അത് പിന്നീട് പഠിക്കാം. അടുത്തത് വോളിയം. വോളിയത്തിന്റെ എന്താണ്? മീറ്റർ ക്യൂബ്. അങ്ങനെ ഓരോന്നിന്റെയും നമുക്ക് യൂണിറ്റ് ആ ഫോർമുല വെച്ചിട്ട് കണ്ടെത്താം. അപ്പൊ ഇത്തരത്തിൽപ്പെടുന്ന യൂണിറ്റുകളെ ഇതിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഒന്നിൽ കൂടുതൽ ഘടകങ്ങളുണ്ട് ഇതില്. മീറ്റർ തന്നെ 2. അപ്പൊ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് യൂണിറ്റ് ആണ്? ഒരു മീറ്റർ അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചത് ഫണ്ടമെന്റൽ അല്ല. മീറ്റർ ഇൻറ്റു മീറ്റർ ഉണ്ട്. അപ്പോ ഇത് ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്. മീറ്റർ പെർ സെക്കൻഡ് ഇവിടെ 2 യൂണിറ്റ്സ് തന്നെ ഉണ്ട്, മീറ്ററും ഉണ്ട് സെക്കൻഡും ഉണ്ട്. അപ്പൊ ഇങ്ങനെ മറ്റ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഉപയോഗിച്ച് എഴുതുന്ന യൂണിറ്റുകളെ എന്ത് വിളിക്കാം? ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് വിളിക്കാം. ഇതിൽ കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ വേണം തോന്നുന്നു. നമുക്കിവിടെ ഡിറൈവ്ഡ് യൂണിറ്റ്സിനെ ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടാം. നേരത്തെ ടീച്ചർ പറഞ്ഞ ഏരിയ ഇനി ഇവിടെ പറയുന്നില്ല. നമുക്കിവിടെ വേറൊരു ഏരിയ എടുക്കാം. ഏരിയ ഓഫ് എ സർക്കിൾ. എന്താണ് ഏരിയ ഓഫ് എ സർക്കിൾ? സർക്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താ? ഇങ്ങനെ ഒരു സെന്ററും ആ സെന്ററിൽ നിന്ന് ഒരു നിശ്ചിത അകലവും ഒക്കെ ഉള്ളതാണ് സർക്കിള്. അപ്പൊ ഇവിടെ ഒരു സർക്കിളിന്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ റേഡിയസ്. ഇവിടെ ഏരിയ ഓഫ് എ സർക്കിൾ ചെറിയ ക്ലാസ് തൊട്ടേ നിങ്ങൾ പഠിക്കുന്നതാണ്. ഏരിയ ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. ഇനി ഇതിന്റെ യൂണിറ്റ്, ഈ ഏരിയയുടെ യൂണിറ്റ് ഒന്ന് എഴുതി നോക്കാം നമുക്ക്. എന്താണ് യൂണിറ്റ്? പൈ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, അതിന് യൂണിറ്റ് ഇല്ല. അപ്പോ നമ്പറുകളോ അല്ലെങ്കിൽ കോൺസ്റ്റന്റോ വന്നാൽ നമ്മൾ അതിന്റെ യൂണിറ്റ് ഇല്ല. ഇനി നമുക്ക് ഇവിടെ നോക്കണ്ട, അപ്പോ അടുത്ത് നോക്കാം. എന്താണ്? റേഡിയസ്. റേഡിയസ് എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള നീളമല്ലേ? അപ്പൊ നീളത്തിന്റെ യൂണിറ്റ് തന്നെയാണ് റേഡിയസിനും. വാട്ട്സ് ഇറ്റ്? മീറ്റർ. അപ്പൊ ഇവിടെ ആറിന് പകരം നമ്മൾ എന്ത് എഴുതുന്നു? മീറ്റർ. ഇങ്ങനെ എഴുതിയാൽ മതിയോ? ഇവിടെ ആർ സ്ക്വയർ ഉണ്ട്, ആ സ്ക്വയറും ഇവിടെ കൊടുക്കാം. അപ്പൊ ഏരിയയുടെ യൂണിറ്റ് നമുക്ക് എന്ത് കിട്ടി? മീറ്റർ സ്ക്വയർ. ഇത് തന്നെയല്ലേ നേരത്തെ ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് ചെയ്തപ്പോഴും കിട്ടിയത്? അപ്പൊ നമുക്കൊരു എളുപ്പമുണ്ട്. എന്താണ്? ഏത് ഏരിയ ആണെങ്കിലും യൂണിറ്റ് എന്തായിരിക്കും? മീറ്റർ സ്ക്വയർ ആയിരിക്കും. അപ്പോ ഇതില് ഒരു ഗുണം അതാണ്, എത്ര തരം പലതരം വസ്തുക്കളുടെ ഏരിയ എടുത്താലും ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആയിരിക്കും. ഇനി സപ്പോസ് നമ്മൾ അടുത്ത ക്വാണ്ടിറ്റിയിലേക്ക് കടക്കാണ്. രണ്ടാമതൊന്ന് ഡിസ്കസ് ചെയ്യാം. വോളിയം. എന്താണ് വോളിയം എന്ന് പറഞ്ഞാൽ? ഉള്ളളവ് അല്ലെ, ഒരു വ്യാപ്തം എന്നാണ് അതിന്റെ മലയാള വാക്ക്. ഒരു എന്തിന്റെ വോളിയം നമുക്ക് എടുക്കാം? ക്യൂബോയിഡിന്റെ വോളിയം എടുക്കാം. എന്താ ക്യൂബോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ബോക്സ്, ഈ ബോക്സിന്റെ വോളിയം ഇത് എത്രത്തോളം ഉൾക്കൊള്ളുന്നു, എത്രത്തോളമാണ് ഇതിനുള്ളിലുള്ള വ്യാപ്തം എന്നാണ് ഈ വോളിയം എന്നതുകൊണ്ട് കാണിക്കുന്നത്. അപ്പൊ വോളിയത്തിൽ ഇപ്പൊ ഈ ബോക്സിന്റെ നീളം L ആണ്, വീതി D ആണ്, ഇതിന്റെ ഉയരം H ആണ്. ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും നമുക്ക് അറിയാം. എങ്കിൽ നമുക്ക് ഇതിന് വോളിയം കണ്ടുപിടിക്കാം. എന്താണ് വോളിയം? വോളിയം ഓഫ് എ റെക്ടാങ്കുലർ ബ്ലോക്ക് എന്ന് ഇതിനെ വിളിക്കാറുണ്ട്. വോളിയം ഓഫ് എ റെക്ടാങ്കുലർ ബ്ലോക്ക്.
എന്താണ് ഇതിന്റെ ഫോർമുല? V is equal to L into B into H. L B H. ഇത് ഇൻറ്റു എന്ന് പറയുന്നത് നമുക്ക് എഴുതണമെന്നില്ല, ഇങ്ങനെ എഴുതാം. L B H. എന്താണ് L? ലെങ്ത്, ഇതിന്റെ നീളം. നീളം അളന്നെടുക്കാൻ ഏത് യൂണിറ്റാണ് നമ്മൾ ഉപയോഗിക്കുക? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ യൂണിറ്റ് എഴുതുമ്പോ നീളത്തിന് മീറ്റർ. അടുത്ത ബി എന്ന് എഴുതാനോ? വീണ്ടും മീറ്റർ. ഹൈറ്റ്, ഈ ഹൈറ്റ് അളക്കണമെങ്കിൽ നമുക്ക് എന്തിനാണ് അളക്കേണ്ടത്? SI യൂണിറ്റ് ആവുമ്പോ മീറ്റർ, അതായത് മീറ്റർ ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്റർ, ദാറ്റ് ഈസ് മീറ്റർ ക്യൂബ്. അപ്പൊ വോളിയത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ക്യൂബ്. നേരത്തെ ഏരിയയുടെ കേസിൽ പറഞ്ഞു, ഏരിയ ഏത് വസ്തുവിന്റെ ആണെങ്കിലും യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. നമുക്ക് ഇതുപോലെ ഇത് വോളിയം ഓഫ് എ സിലിണ്ടർ എന്ന് എടുത്തു നോക്കാം. ശരിയാവോ? ഇത് മീറ്റർ ക്യൂബ് തന്നെയാവോ എന്നൊന്ന് നോക്കാം. വോളിയം ഓഫ് എ സിലിണ്ടർ. സിലിണ്ടർ എങ്ങനെ ഇരിക്കുക? ഒരു ടിൻ, ഒരു സിലിണ്ടർ ആണ് അല്ലെ? ഈ സിലിണ്ടറിന് എന്തുണ്ട്? ഒരു ഭാഗത്ത് ഇതിന് സർക്കിൾ ആണ്. അപ്പൊ ഇതിന് ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു റേഡിയസ് ഉണ്ട്, അല്ലെങ്കിൽ അപ്പുറത്തേക്ക് വരയ്ക്കാം. ഒരു റേഡിയസ് ഉണ്ട്. പിന്നെ എന്താണുള്ളത്? ഇതിനൊരു ഉയരമുണ്ട്, ഹൈറ്റ്. ഇത്രയും ഫാക്ടേഴ്സ് ആണ് ഒരു സിലിണ്ടറിന് ഉള്ളത്. ആ സിലിണ്ടറിനെ സംബന്ധിച്ച് എത്ര വോളിയം അല്ലെങ്കിൽ എത്രയാണ് ഇതിന് ഉൾക്കൊള്ളുക എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് എന്താണ് ഫോർമുല? ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. വോളിയം ഓഫ് എ സിലിണ്ടർ ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എച്ച്. പൈ വീണ്ടും ഒരു നമ്പർ ആണ് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണ്ട? കണക്കാക്കുക വേണ്ട. അടുത്തത് നോക്കാം. എന്താണ് വരിക? അടുത്തതിന്റെ യൂണിറ്റ് എന്ത് എഴുതാം? ആർ എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള നീളമാണ്. അപ്പൊ അത് അളക്കുന്നതും നീളത്തിന്റെ യൂണിറ്റ് കൊണ്ടാണ്, മീറ്റർ സ്ക്വയർ. ഇത് ഉയരാണ്, ഉയരം അളക്കുന്നതും മീറ്ററിലാണ്. ഇൻറ്റു മീറ്റർ. എന്താണ്? മീറ്റർ സ്ക്വയർ ഇൻറ്റു മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ വരുന്നു? മീറ്റർ ക്യൂബ്. അപ്പൊ നേരത്തെ നമ്മൾ വോളിയം കണ്ടതും അത് തന്നെയല്ലേ? അപ്പൊ ഏത് ഷേപ്പിലുള്ള വസ്തുവിന്റെ ആണെങ്കിലും വോളിയം എന്ന് പറഞ്ഞാൽ അതിനൊറ്റ യൂണിറ്റ് SIയിലുള്ളൂ. എന്താണ് അത്? മീറ്റർ ക്യൂബ്. അപ്പൊ ഏറ്റവും ഫണ്ടമെന്റൽ ആയ രണ്ട് കാര്യങ്ങളാണ് ഇത്, ഏരിയ, വോളിയം. ഇനി നമുക്ക് അടുത്ത ക്വാണ്ടിറ്റിയിലേക്ക് പോവാം. വെലോസിറ്റി. വെലോസിറ്റി എന്താണ്? വെലോസിറ്റിയുടെ ഫോർമുല ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. എസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ്, ഇത് ടൈം. ഫോർമുലകൾ ഇനി ഇങ്ങനെ ഷോർട്ടായിട്ട് എഴുതാൻ പഠിക്കുക. ഓരോന്നിന്റെ സിമ്പലും എന്ത് ഡിനോട്ട് ചെയ്യുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കുക. എപ്പോഴും നമുക്ക് നീട്ടി വലിച്ച് ഇതുപോലെ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് എഴുതാൻ പറ്റിയെന്ന് വരില്ല. അപ്പോ നമ്മൾ എപ്പോഴും ആ പറഞ്ഞിട്ടുള്ള നൊട്ടേഷൻസ് ഉപയോഗിക്കാം. നമുക്ക് ഇഷ്ടമുള്ള നൊട്ടേഷൻ കൊടുക്കാൻ പറ്റില്ല. വി സ്മോൾ ലെറ്റർ ആണ്, എസ് സ്മോൾ ലെറ്റർ ആണ്, ടി സ്മോൾ ലെറ്റർ ആണ്, ഇതന്നെ ഉപയോഗിക്കാം. അപ്പൊ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. എന്താ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഒരു കാറ് നോർത്തിലേക്ക് 10 കിലോമീറ്റർ, നമ്മളിപ്പോ മീറ്ററിലേക്ക് ആക്കുന്നതുകൊണ്ട് കാർ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഒരു വസ്തു, എനി ഒബ്ജക്ട് 10 മീറ്റർ സഞ്ചരിച്ചു. അപ്പൊ നോർത്തിലേക്ക് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവിടെ ഡയറക്ഷൻ. പക്ഷെ ഇതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, ഇതിന്റെ പൊസിഷനിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് തന്നെയാണ്. എന്താണ്? ആ നീളം തന്നെയാണ്. ദാറ്റ് ഈസ് 10 മീറ്റർ. ആ സഞ്ചരിക്കാൻ എടുത്ത സമയം 2 സെക്കൻഡ്സ് ആണെങ്കിൽ നമുക്ക് എന്താണ് ഇവിടെ കിട്ടുക? ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എഴുതാണെങ്കിൽ എന്താ കിട്ടുക? 10 മീറ്റർ ബൈ 2 സെക്കൻഡ്. ഈ 10/2 എന്ന് പറയുന്നത് ഇതിന്റെ അളവാണ്, മാഗ്നിറ്റ്യൂഡ് ആണ്. യൂണിറ്റ് ഇതിൽ ഏതാണ് വരുന്നത്? മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ ബൈ സെക്കൻഡ് എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇതിനെ എഴുതുന്ന ഒരു രീതിയാണ് മീറ്റർ ഇങ്ങനെ ഇട്ടിട്ട് കാണാം. അതിനെയാണ് മീറ്റർ പെർ എന്നാണ് ഇതിനെ വിളിക്കുക, മീറ്റർ പെർ സെക്കൻഡ്. ഇല്ലെങ്കിൽ ഈ എസ്, ഇവിടുത്തെ എസ് എന്ന് പറയുന്നതും ഇതിനും എന്താണുള്ളത്? ഇതിന്റെയൊക്കെ പവർ 1 ആയതുകൊണ്ടാണ് നമ്മൾ എഴുതാത്തത്. ആ പവർ 1 ആയത് ഈ എസിന് എനിക്ക് മുകളിൽ വേണം, ഇവിടെ വേണമെങ്കിൽ
അതിടാം. പക്ഷെ ഇങ്ങനെ തന്നെ ഇടാൻ പറ്റൂ? അപ്പൊ ഇതും തുല്യ ആവില്ലല്ലോ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഈ താഴെയുള്ള ക്വാണ്ടിറ്റിയുടെ ഈ എഴുതിയിരിക്കുന്ന പവറിന്റെ ചിഹ്നം നോക്കുക. ഇതിവിടെ പ്ലസ് ആണ് അല്ലെ? പ്ലസ് ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ എഴുതാത്തത്. അപ്പൊ ഇത് മുകളിലേക്ക് പോകുമ്പോ ഈ പോസിറ്റീവ് ആണ് ഇവിടെ ഉള്ളതെങ്കിൽ ഇവിടെ ഒരു നെഗറ്റീവ് കൊടുക്കുക. ഇതിന്റെ അർത്ഥം എന്ത് തന്നെയാണ്? മീറ്റർ ബൈ സെക്കൻഡ് എന്ന് തന്നെയാണ് ഇങ്ങനെ എഴുതേണ്ട അർത്ഥം. മീറ്റർ സെക്കൻഡ് റെസ് ടു -1. 1 ഉള്ളത് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതിന്റെ ഇങ്ങനെ എഴുതാം. യൂണിറ്റ് മീറ്റർ സെക്കൻഡ് റെസ് ടു -1. എല്ലാവർക്കും ഇങ്ങനെ എഴുതുന്ന രീതി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തതൊന്ന് നോക്കാം. ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്താണ്? ആക്സിലറേഷന്റെ ഫോർമുല അതെ, ആക്സിലറേഷൻ A is equal to velocity by time അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ഏറ്റവും സിമ്പിൾ ഫോർമുലയാണ് നമ്മൾ എടുക്കുന്ന യൂണിറ്റ് കാണാൻ വേണ്ടിട്ട്. ഇപ്പൊ വെലോസിറ്റി ബൈ ടൈം. വെലോസിറ്റിക്ക് നേരത്തെ തന്നെ നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. എന്താണ് അത്? അതിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ബൈ സെക്കൻഡ്. ടൈമിന്റെ യൂണിറ്റോ? സെക്കൻഡ് തന്നെ. SI യൂണിറ്റിലേക്ക് ശ്രദ്ധിക്കുക. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് തന്നെ. അപ്പൊ 2 ബൈ വരാൻ പാടില്ലല്ലോ. അപ്പൊ ഇത് എന്ത് ചെയ്യും? മീറ്റർ ബൈ സെക്കൻഡിന് ഇതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ ബൈ 1 ആണ്. അപ്പൊ നമ്മളിവിടെ A ബൈ B ബൈ C ബൈ D ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ടെങ്കിൽ എന്താ ചെയ്യാ? ദിസ് ഇസ് ഈക്വൽ ടു A ബൈ B ഇൻറ്റു D ബൈ C. ഇത് തിരിച്ച് താഴെ വരുന്ന ക്വാണ്ടിറ്റിനെ തിരിച്ചിട്ടിട്ട് ഗുണിക്കാം. ഇവിടെ ഒന്നുമില്ലാത്തതുകൊണ്ട് ഇവിടെ 1 ആണ്. അപ്പൊ എന്താ വരിക? 1 ബൈ S. അതായത് മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ. മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയറിനെ എങ്ങനെ എഴുതാം? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാം? ഈ സെക്കൻഡ് റെസ് ടു 2 എന്നുള്ളത് മുകളിൽ പോകുമ്പോ സെക്കൻഡ് റെസ് ടു -2. അപ്പൊ മീറ്റർ സെക്കൻഡ് റെസ് ടു -2. ഇതും ഒരു യൂണിറ്റ് ആണ്. അപ്പൊ നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു ഫാക്ടറാണ്. അതിന്റെ ഫോർമുല മറക്കുന്നവർ ആരും തന്നെ ഉണ്ടാവില്ല. ഫോഴ്സ്. ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? F is equal to ma. M is for mass and A is for acceleration. M എന്ന് പറയുന്നത് മാസ് ആയത്. മാസിന്റെ SI യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. ആക്സിലറേഷൻ SI യൂണിറ്റ് നമ്മൾ നേരത്തെ കണ്ടുവച്ചു. എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് എഴുതാം? കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ് ടു -2. പക്ഷെ നമ്മൾ ആരും ഈ ഒരു യൂണിറ്റിനെ അല്ല ഫോഴ്സിന്റെ കൂടെ കണ്ടിട്ടുള്ളത്. ഫോഴ്സ് പറയുമ്പോൾ എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള വേറൊരു യൂണിറ്റ് ആണ്. അത് എന്താണ്? ന്യൂട്ടൺ. ഈ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ന്യൂട്ടൺ. ന്യൂട്ടൺ. N ക്യാപിറ്റൽ ലെറ്റർ N ആണ് കാണുക. അല്ലെങ്കിൽ എങ്ങനെയാണ് ഫുൾ ആയിട്ട് എഴുതുമ്പോൾ എഴുതുക? സ്മോൾ ലെറ്ററിൽ എഴുതുക. ന്യൂട്ടൺ. സർ ഐസക് ന്യൂട്ടൺ ആണ് നമുക്ക് 3 ലോസ് ഓഫ് മോഷൻ തന്നത്. അദ്ദേഹത്തോടുള്ള ആദരവ് കാരണമാണ് ഈ ഒരു യൂണിറ്റ് നമ്മളിവിടെ ഫോഴ്സിന് എപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പൊ ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. അപ്പൊ ഇതുമായിട്ട് എന്താ ബന്ധം? ഇത് തന്നെയാണ് ഈ ന്യൂട്ടൺ എന്ന് പറയുന്നത്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലെങ്കിൽ ഈ കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റെസ് ടു -2നെയാണ് എന്ത് പറയുന്നത്? ന്യൂട്ടൺ. നമുക്ക് എളുപ്പത്തില് ഇത് വലിയ യൂണിറ്റ് എഴുതാതെ ചുരുക്കെഴുത്താണ് എന്ത്? ന്യൂട്ടൺ എന്ന് പറയുന്നത്. അതല്ല എളുപ്പം. അതേപോലെ ഒരെണ്ണം കൂടി പറയാം നമുക്ക്. എനർജി. ഏതെങ്കിലും ഒരു എനർജി അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഏതെങ്കിലും ഒരു എനർജി വേണം. കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? KE is equal to half mv². ഹാഫ് എന്ന് പറയുന്നത് യൂണിറ്റ് ഇല്ലാത്ത ക്വാണ്ടിറ്റിയാണ്. ഇതിന് നമുക്ക് ഒഴിവാക്കാം. മാസ് കിലോഗ്രാം. ഇവിടെ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താ? മീറ്റർ സെക്കൻഡ് റെസ് ടു -1. അതിന്റെ ഹോൾ സ്ക്വയർ. എങ്ങനെയാണ് ഇതിന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ വരിക? കിലോഗ്രാം. മീറ്ററിന് സ്ക്വയർ വരും. സെക്കൻഡ് റെസ് ടു -1ന് സ്ക്വയർ എന്ന് വെച്ചാൽ സെക്കൻഡ് റെസ് ടു -2.
എപ്പോഴും നമുക്ക് എനർജീനെ ഡിനോട്ട് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് ഈ ഒരു വലിയ യൂണിറ്റ് അല്ല ഉപയോഗിക്കുക. അതിനു പകരം ഇതും ഒരു സയന്റിസ്റ്റിന്റെ നെയിം വെച്ചിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. ഇതിനെ പറയുന്ന പേരാണ് ജൂൾ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ജെ. അപ്പൊ എല്ലാ എനർജികൾക്കും നമ്മൾ ഒരു യൂണിറ്റ് ആണ് ഉപയോഗിക്കുക, ജൂൾ. ഈ ജൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കിലോഗ്രാം മീറ്റർ സ്ക്വയർ (10⁻²). അപ്പോ നമ്മള് ഇപ്പൊ ഒരുപാട് യൂണിറ്റ്സുകൾ കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ ഫോർമുലകളും എഴുതി വെക്കുക. ആ ഫോർമുല ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഈസി ആയിട്ട് എല്ലാത്തും യൂണിറ്റുകൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അവിടെ ഓരോ ഫോർമുല എഴുതുക. SI യൂണിറ്റിൽ അതിനെ ഏത് ക്വാണ്ടിറ്റി ഏത് യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് നോക്കുക, അതിവിടെ കൊടുക്കുക. അങ്ങനെ നമ്മൾ എല്ലാ ക്വാണ്ടിറ്റീസിന്റെയും യൂണിറ്റ്സ് കണ്ടെത്തുക. അപ്പോൾ എല്ലാം നിങ്ങൾ ഒരു പേജിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.